അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിതാ നാട്ടിൽ നിന്ന് തിരിച്ച് പോവാണ്. ഇതാ അടുത്ത് പോകാൻ നേരത്ത് നടക്കുകയാണ്. വീട്ടിലാരില്ല, എല്ലാവരും കല്യാണം നിർവഹിക്കണം. നമ്മൾ നടന്നു വരുന്നിടത്തൊക്കെ ചടയും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇത് ഇവർ തണ്ടൊക്കെ കേട്ടിരിക്കുന്നു. എനിക്ക് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. രണ്ടുപേര് എൻ്റെ ഒപ്പം പഠിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി പഠിക്കാൻ എത്തിയതും എൻ്റെ കഥകളൊക്കെയാണ് നിങ്ങളോട് പറയാൻ പോണത്. ഒരിക്കലും ലൈഫ് ഒരു സിമ്പിളല്ല എന്ന് കാണിച്ച മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും അത് പറയുകയാണെങ്കിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പഠിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് നമ്മൾ എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു മൊമെൻ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അഡ്മിഷൻ കിട്ടിയതും ഞാനിപ്പോൾ പഠിക്കുന്ന കോഴ്സും BTech ഫുഡ് ടെക്നോളജി ആയിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര റയർ കോഴ്സാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കോഴ്സ് കിട്ടിയതും പിന്നെ ഇത് റയർ ആയതുകൊണ്ടും ഞാനൊരു BA മൾട്ടിമീഡിയ ഒക്കെ എടുത്തിട്ട് പഠിച്ച് പോകാമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു. അപ്പോൾ അതിനൊക്കെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് വാല്യൂ ഇല്ല. BTech ഫുഡ് ടെക്നോളജി എന്ന കോഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ BSc ആണ് നമ്മളെല്ലാവരും പരിചയപ്പെട്ടിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിലൊന്നും ആർക്കും അങ്ങനെ അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് കേട്ടോ. ശരിക്കും അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു വണ്ടർഫുൾ സ്റ്റോറി ആണെങ്കിൽ ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് അതിൻ്റെ ചതി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വോയിസ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടെന്നുണ്ടെങ്കിലും ഇവിടെ എത്തലും സ്ട്രഗിളാണ്. ഇപ്പോൾ 4 ഇയേഴ്സ് കോഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്ത് പോയി പഠിക്കുമ്പോഴും പല സ്ഥലത്തു നിന്ന് വന്ന പല ആൾക്കാരാകുമ്പോഴും അതൊക്കെ ഭയങ്കര ആദ്യമായിട്ട് നമുക്ക് നിൽക്കുമ്പം ഹേർട്ട് ചെയ്യും കേട്ടോ. ഇതൊക്കെ സർവൈവ് ചെയ്തിട്ട് വേണം നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നമുക്കിതൊക്കെ ആദ്യം ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുമെങ്കിലും പിന്നെ അതിനോടുണ്ട് അഡ്ജസ്റ്റ് ആവും കേട്ടോ. പിന്നെ നമ്മൾ ഫീ ഒക്കെ അടക്കുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ നമ്മളും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവും. സോ ദി കോഴ്സ് അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ്. കോളേജൊക്കെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റബിളാണ്. ഒരിക്കലും അങ്ങനെ ഹാർഡായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. പിന്നെ എൻജിനീയറിങ് കോഴ്സ് ഇല്ലാത്ത ഇപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ടാവും. കാരണം ഫ്രീഡം കുറവും. കാരണം പ്രൈവറ്റ് കോളേജ് ആകുമ്പോൾ നമുക്ക് എൻജിനീയറിങ് ആകുമ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ എന്താ ഞാൻ ട്രെയിനിൽ വന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തന്നത്. നമ്മൾ ഇറങ്ങൽ വാളയാറാണ് കേട്ടോ. അപ്പോൾ അതാ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാമല്ലോ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അതിനേക്കാൾ ഭംഗിയാണത് കാണാൻ. ഒരിക്കലും ആ വിഷ്വലൈസേഷനൊന്നും നമുക്ക് ഫോണിൽ കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. അത്രയും ഭംഗിയാണ് അത്. അതിൻ്റെ ഭംഗിയൊന്നും നമുക്ക് കണ്ടു തന്നെ അറിയണം. അതൊരിക്കലും നമുക്ക് ഫോണിൽ പകർത്താൻ പറ്റില്ല. അങ്ങനെ മെയിൻ ഹൈവേ കയറിയിട്ട് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യണം. വാളയാർ എന്ന് പറയുമ്പം പാലക്കാട് കോയമ്പത്തൂർ ബോർഡറാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഏകദേശം നമുക്കൊരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ടാവും ട്രെയിൻ ഇറങ്ങിയിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ പോകൽ. അപ്പോൾ അതൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേരാണ്. നമ്മൾ ഒരുപാട് എല്ലാവരും ഒപ്പമാണ് വരിക കേട്ടോ. അപ്പോൾ അത് ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ബസ് കയറിയിട്ട് വേണം പോകാൻ. തമിഴ്നാടാകുമ്പോൾ നമുക്ക് ബോർഡിൽ ഇന്ന സ്ഥലങ്ങളൊന്നും എഴുതുകയല്ല ചെയ്യാറ്. അവിടെ നമ്പേഴ്സ് ഓരോന്നിനും ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട ബസ്സാണ് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ പേര് 96 എന്നാണ്. കാരണം നമുക്ക് തമിഴ്നാട് എത്തിയാൽ 96 എന്നാണ് പറയുക. അപ്പോൾ അവിടെ എല്ലാത്തിനും പോകുന്നതിനൊക്കെ നമ്പറാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്തു, നേരെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 7-8 മണി ചുരുങ്ങിയതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി പിന്നെ കിടന്നു. അപ്പോൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഓർഡർ ചെയ്തിട്ട് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.